ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധം പറ്റിയൊരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പാത്തൂസ് കിച്ചൻ എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്താ പറ്റിയെന്ന് വീഡിയോയുടെ അവസാനം കാണാം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട പപ്സിൻ്റെ വേറൊരു വെർഷനാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉള്ളി എടുത്തിട്ട് അത് എണ്ണയിൽ നല്ല രീതിയിൽ വാട്ടിയെടുക്കുവാണ്. ഒരു 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ 2 ലീഫ് കറിവേപ്പില, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ വാടി അതൊരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ വഴറ്റുക. ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യുക. വേണമെങ്കിൽ മസാലപ്പൊടികളൊക്കെ ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. അത് മിക്സായി വരുമ്പോൾ കുറച്ച് വെള്ളം ഇട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേവി മാതിരി ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഗ്രേവി ആവരുത്, കുറച്ച് ഒരു ഗ്രേവി മാതിരി ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. മുട്ട ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത്, പിന്നെ ഒരു 3 മുട്ട നമുക്ക് ആവശ്യമുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ പാളപാത്രത്തിലേക്ക് സൈഡായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അടിഭാഗം മൊത്തം കവറാകുന്ന രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അടിഭാഗം മൊത്തം കവറാവണം. പിന്നെ കുറച്ച് സൈഡ് ഭാഗം ഒന്ന് കവറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ റൊട്ടി മുഴുവൻ ആ മുട്ടയിൽ മുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതൊക്കെ വെച്ച് സെറ്റാക്കി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ട് കൊടുക്കാം. അതെല്ലാ ഭാഗത്തും അങ്ങനെ ഇട്ട് നിരപ്പാക്കി കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഓരോരോ പീസായിട്ട് അതിൻ്റെ അവിടെ ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഫുള്ള് കവറാകുന്നത് പോലെ വെച്ചെടുക്കുക. എല്ലാ ഭാഗത്തും വെച്ചെടുക്കുക, എന്നാലും എല്ലാ ഭാഗത്തു നിന്നും ബൈറ്റ്സ് കിട്ടുള്ളൂ, എഗ്ഗിൻ്റെ ബൈറ്റ്സ് കിട്ടുള്ളൂ. പിന്നെ വീണ്ടും റൊട്ടി മുട്ടയിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടച്ച് വെക്കുക കേട്ടോ. അത് മുട്ടയൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ മൊത്തം കവർ ചെയ്ത് വെക്കണം. ബാക്കി വരുന്ന മുട്ട അതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ശേഷം ഒരു പഴയ പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ പഴയത് ഇവിടെ വെച്ചിട്ടുള്ളത്, അതിന് മൂടി എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിൽ പോളപ്പാത്രം വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് വേറൊരു പാത്രത്തിൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ തൂക്കിയതിന് ശേഷം അതിലേക്ക് അങ്ങ് തിരിച്ചിടുക. അപ്പോൾ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിലായിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്നുകൂടി ഒന്ന് വെച്ചിട്ട് അടുപ്പത്ത് വെക്കണം. ഞാൻ അക്കിടി പറ്റിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇത് അടുപ്പത്ത് ഇങ്ങനെ വെച്ച് എനിക്ക് മോന് കരഞ്ഞിട്ട് ഞാൻ അവനെ നോക്കാൻ പോയി. അതിനിടയിൽ പോള ചെറുതായിട്ടൊന്ന് വേണാവുന്ന പോലെ ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല, അതായി വരുന്നുണ്ടായിരുന്നില്ല, അപ്പോഴേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പീടികയിൽ നിന്ന് കിട്ടുന്ന പപ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടും. വൈകുന്നേരമൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ചായയുടെ കൂടെയൊക്കെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്, ഹെൽത്തിയാണ്. നമുക്ക് അതുകൊണ്ടുള്ള ടെൻഷൻസ് അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികൾ കാണാനായി പാത്തൂസ് കിച്ചൻ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.